നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും ഈ കല്യാണത്തിന് ക്ഷണിച്ചവരെയൊക്കെ വിളിച്ച് അറിയിക്കാം കല്യാണം മുടങ്ങിയെന്ന്. അവരെ എന്തിനാ മെനക്കെടുത്തുന്നത്? ഏട്ടാ, 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 എന്താ ഏട്ടാ ഇത്? കരയല്ലേ ഏട്ടാ? ഏട്ടാ ഞാനില്ലേ ഏട്ടാ, നമ്മൾ കണ്ടുപിടിക്കും ഏട്ടത്തിയെ. ഏട്ടാ എണീക്ക്, കരയല്ലേ, എണീക്ക്. ഏട്ടാ ഇങ്ങനെ എന്റെ മുമ്പിൽ നിന്ന് കരയല്ലേ ഏട്ടാ. ഏട്ടന് ഞാനില്ലേ, നമ്മൾ കണ്ടുപിടിക്കും ഏട്ടത്തി. ഏട്ടാ സമാധാനത്തോടെ ഇരിക്കെ, കരയല്ലേ, നമുക്ക് എടുത്തി കണ്ടുപിടിക്കാം. വാ. ഇത് എത്ര നേരം വേടാ, ഇവിടെ കാണുന്നുമില്ലല്ലോ. ഇപ്പൊ വരുവച്ചാ. ജയന്തി, എടി ജയന്തി. വരുന്നു. ഞാനൊരു കാര്യം ആദ്യമേ പറയാം. എന്നെ അവരെല്ലാരും കൂടി നിർബന്ധിച്ച ഞാൻ കുറച്ചു ദിവസം അവിടെ നിൽക്കും. അയ്യോ അത് വേണ്ട മോളെ, അതൊന്നും ശരിയാവത്തില്ല. അന്നൊരു പ്രാവശ്യം നിന്നു എന്ന് പറഞ്ഞ് ഇനി നിൽക്കുമെന്ന് വെച്ചാലേ വലിയ കുഴപ്പമാ. വാ പോവാം, ഒന്നാമത് ലേറ്റായി. അവിടുത്തെ ഐശ്വര്യാണല്ലോ, നമ്മളെ കാണാത്തോണ്ട് വിളിക്കുമായിരിക്കും. ഹലോ, ഇത് ശ്യാമയുടെ അച്ഛൻ വാസുദേവൻ അദ്ദേഹം അല്ലേ? അതേ മോളെ, വാസുദേവനാ. ഞങ്ങളിതേ ഇറങ്ങുവാ, സമയത്തിന് മുമ്പ് അങ്ങെത്തും. അയ്യോ, ഇറങ്ങണ്ടെന്ന് പറയാൻ വേണ്ടിയാ വിളിച്ചത്. ഇങ്ങോട്ട് വരണ്ട. അങ്ങോട്ട് വരണ്ടോ? കല്യാണവും ശാന്തി മുഹൂർത്തമൊക്കെ ഉദാഗവ. ഇവിടെ ഒരാളെ കാണാനില്ല. എല്ലാരും കാണാതായ ആളുടെ പുറകെ പോയിരിക്ക. കല്യാണം മാറ്റിവെച്ചു. കല്യാണം മാറ്റിവെച്ചോ? അതെ, മാറ്റിവെച്ചു. ശ്യാമയുടെ അച്ഛ, ശ്യാമയ്ക്ക് നേരാവണ്ണം ഒരു കല്യാണം വിധിച്ചിട്ടില്ല. അവളെ ഇവിടുന്ന് വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത്. കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ച് അവിടെ കഴിയാൻ പറ. കമ്പനിയുടെ തലപ്പത്തേക്ക് മത്സരിച്ചപ്പോഴേ അവളുടെ കഷ്ടകാലം തുടങ്ങി. ഏറ്റവും അടുത്ത കൂട്ടുകാരി അമൃത ഏറ്റവും വലിയ ശത്രുവായി. എന്തായാലും കല്യാണം മാറ്റിവെച്ചു. വണ്ടിക്കൂലിയും വള്ളക്കൂലിയും ചെലവാക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ട. ഹലോ, അങ്ങോട്ട് ചെല്ലണ്ടാന്ന്, കല്യാണം മാറ്റിവെച്ചെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അല്പൻ ഐശ്വര്യം വന്നാലേ അർദ്ധരാത്രി കൊട പിടിക്കൂന്ന്. ശ്യാമേന്ന അല്പത്തേക്ക് ഐശ്വര്യം വന്നു, അവൾ അഹങ്കാരവും കാണിച്ചു. അതിന് കിട്ടിയ അടിയാ ഇത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.